കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ഹൗസ് നിർമ്മാണം നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അടിയന്തരമായി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവ വേഗത്തിൽ തയ്യാറാക്കാനുമാണ് നിർദ്ദേശം. കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടന കാലത്താണ് കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത്. തുടർന്ന് വിമാനത്താവളത്തോട് ചേർന്ന സ്ഥലം വിട്ടുനൽകാൻ സർക്കാർ നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിയാൽ വിട്ടുനൽകിയ സ്ഥലം ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെയും കെ ശൈലജ MLAയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഡിസംബർ 10 സന്ദർശിക്കുകയുണ്ടായി. നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് അന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ വേഗത്തിൽ കൈക്കൊള്ളണമെന്ന് കാണിച്ച് ജില്ലാ കളക്ടർ അടിയന്തര പ്രാധാന്യമായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിനായി നിശ്ചയിച്ച ഭൂമി അളന്ന് അടയാളപ്പെടുത്തുന്നതിനും പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് നിർദ്ദേശം. ഭൂമി അളന്ന് അടയാളപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തലശ്ശേരി തഹസിൽദാർക്കും പ്ലാൻ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക പരിഗണനയിലുള്ള വിഷയമായതിനാൽ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇത്തവണ ഹജ്ജ് തീർത്ഥാടന കാലത്ത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് അടുത്ത തീർത്ഥാടന കാലത്ത് ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തിയാക്കാനാകും സർക്കാർ ശ്രമം. അതേസമയം ഇത്തവണ ഹജ്ജ് ക്യാമ്പ് എവിടെ നടത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2 തവണയായി ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് വിമാനത്താവളത്തിലെ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയ കാർഗോ കോംപ്ലക്സിലായിരുന്നു. എന്നാൽ ഇത്തവണ ഒരുപക്ഷെ ക്യാമ്പിന് മുന്നേ ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ പ്രവർത്തിക്കുന്ന കാർഗോ കോംപ്ലക്സ് ക്യാമ്പിനായി വിട്ടു നൽകാമെന്ന് കിയാൽ ഹജ്ജ് വകുപ്പിനെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ബന്ധപ്പെട്ടവർ നിലവിലെ കാർഗോ കോംപ്ലക്സ് പരിശോധിച്ചിരുന്നു. എന്നാൽ അവിടെ സൗകര്യക്കുറവ് ക്യാമ്പിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തലെന്നാണ് അറിയുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ ഉദ്ഘാടനത്തിനൊരുങ്ങിയ കാർഗോ കോംപ്ലക്സ് ലഭിക്കുമെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ മറ്റൊരിടമോ കണ്ടെത്തേണ്ടി വരും. അത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.